തന്റേതായ കഴിവുകൊണ്ട് 3 തവണയും വിജയിച്ച് ഇപ്പോഴിതാ 4ാം തവണയും തിരുവനന്തപുരം പിടിക്കാനായി ശശി തരൂർ തയ്യാറായി കഴിഞ്ഞു. വരുന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും ശശി തരൂരിനെ പോലൊരു വ്യക്തി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നിലവിലുണ്ട്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2024 ഫെബ്രുവരി 25 ഞായറാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:30 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:30. കഴിഞ്ഞ തവണത്തേക്ക് ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ തന്നെ തിരുവനന്തപുരത്തുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നത് കൂടുതലായും ഒരു നായർ ഹിന്ദു എലൈറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എപ്പോഴും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അത് ശശി തരൂരിന് എല്ലാ തിരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുന്ന ഒരു കാര്യവുമാണ്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തെ ക്രിസ്ത്യൻ വോട്ടുകളും ശശി തരൂരിനെ അനുകൂലിക്കുന്നു എന്നുള്ളത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെതായിട്ടൊരു വ്യക്തിപ്രഭ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. അതിന് കാരണം അദ്ദേഹത്തിന്റെ പല നിലപാടുകളും അതുപോലെ തന്നെ കോൺഗ്രസിനെ പല പരിഷ്കരണങ്ങളിലൂടെയും ഇപ്പോഴത്തെ അതായത് 21ാം നൂറ്റാണ്ടിലെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടി ആക്കാൻ വേണ്ടി ശശി തരൂർ ശ്രമിക്കുന്നതായിട്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും അതുപോലെ തന്നെ നിലപാടുകളിലൂടെയും ഒക്കെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള പല നിലപാടുകളും ഒക്കെ തന്നെ ദേശീയ തലത്തിൽ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ തീർച്ചയായിട്ടും രാജ്യത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ യുവതലമുറയെ സ്വാധീനിക്കാൻ ശശി തരൂരിനെ പോലൊരു വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. പല നേതാക്കൾക്കും യുവാക്കളെ സ്വാധീനിക്കാൻ കഴിയാറില്ല. പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യുവതലമുറയുടെ ഒരു മുഖമായി തന്നെ പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നേതാവായിട്ട് മാറാൻ ശശി തരൂരിന് കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും കോൺഗ്രസ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ശശി തരൂർ. ഇനി തിരുവനന്തപുരത്തെ വോട്ട് കാര്യങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എലൈറ്റ് ഹിന്ദു വിഭാഗത്തിലുള്ള വ്യക്തികളുടെ വോട്ടുകളൊക്കെ തന്നെ ശശി തരൂരിന് അനുകൂലമാണ്. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ വോട്ടുകളും ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾ ആണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ളത്. അതെല്ലാം തന്നെ ശശി തരൂരിന് അനുകൂലമാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വിഭാഗമാണ് തുറമുഖം ഭാഗത്തുള്ളവരുടെ വോട്ടെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ശശി തരൂരിന് എപ്പോഴും അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മുൻപൊക്കെ കണ്ടുവന്നിരുന്നത്. 4ാം തവണയും അതായത് വരുന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും ശശി തരൂരിന് ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ചരിത്രം തന്നെയായിരിക്കും. അതുപോലെ തന്നെ CPM-ന്റെ വളരെ കരുത്തനായൊരു നേതാവാണ് C. ദിവാകരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പോലെ അത്രയും ശക്തനായൊരു നേതാവിനെ നിർത്തിയിട്ടും അതുപോലെ തന്നെ BJP-യിൽ നിന്ന് നോക്കുകയാണെങ്കിൽ BJP-യിലെ കരുത്തനായൊരു നേതാവാണ് കുമ്മനം രാജശേഖരൻ. ഇവർ ഇത്രയും ശക്തരായ ഇവർ രണ്ടുപേരെയും മത്സരിച്ച് തോൽപ്പിക്കാൻ സാധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുന്നേറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിപ്രഭ കൊണ്ട് തന്നെയാണ്. ഇടതുപക്ഷത്തു നിന്നും BJP-യിൽ നിന്നും ഇത്രയും കരുത്തരായ നേതാവിനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് പോലും ശശി തരൂരിനെ തോൽപ്പിക്കാനായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇനി രാജീവ് ചന്ദ്രശേഖറിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്കൊക്കെ തന്നെ വളരെ സുപരിചിതനാണെങ്കിൽ പോലും ശശി തരൂരുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായിട്ടും ഒരു ജനകീയ മുഖം എന്ന് പറയാൻ സാധിക്കില്ല. അത് ശശി തരൂരുമായിട്ട് അദ്ദേഹത്തിന്റെ അത്രയും എത്താൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ CPI-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതും ശശി തരൂരിന് അനുകൂലമാണ്. കാരണം ശശി തരൂരിനെ പോലൊരു വ്യക്തി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകുന്നത്. അത്രയും കരുത്തനായ ഒരു നേതാവിനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തീർച്ചയായിട്ടും CPI-യെ അത് ഭയപ്പെടുത്തുന്നുണ്ടെന്ന് തന്നെ വ്യക്തമാണ്. ഒരുപക്ഷെ BJP-ക്കും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമായിരിക്കണം ശശി തരൂർ തന്നെയായിരിക്കും ഇത്തവണയും തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് മുൻപ് അദ്ദേഹം എടുത്ത ചില അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം എടുത്ത ചില നിലപാടുകളൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ളവരെ ചൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ തന്നെ മറികടക്കാൻ ശശി തരൂരിന് സാധിക്കുമെന്ന് തന്നെ കരുതപ്പെടാം. മുൻപ് പറഞ്ഞതുപോലെ എലൈറ്റ് ആയിട്ടുള്ള വ്യക്തികളുടെയും അതുപോലെ തന്നെ സമുദായങ്ങളുടെയും ഒക്കെ വോട്ടുകൾ ശശി തരൂരിന്
ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നാൽ പോലും മുൻപ് അദ്ദേഹം അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലൊക്കെ ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അത്തരത്തിലുള്ള പല നിലപാടുകളും പല പ്രസ്താവനകളും ഒക്കെ തന്നെ വിവാദങ്ങളായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ചില ന്യൂനപക്ഷ വിഭാഗങ്ങളെ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. അതൊക്കെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്നിരുന്നാൽ പോലും കൂടുതലായും തിരുവനന്തപുരത്തെ വോട്ടുകൾ ശശി തരൂരിന് തന്നെ പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിന് കാരണം അദ്ദേഹം വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്വീകാര്യത, ജനങ്ങൾക്കിടയിൽ ജനകീയനായി നിന്നുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു സ്വീകാര്യത തന്നെയാണ്. മാത്രമല്ല, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നഗരപ്രദേശങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങൾ എടുത്തു നോക്കിയാലും ഇവിടെ രണ്ട് ഭാഗത്തും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തന്നെ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തന്നെയാണ്. ഈ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനും ഒരു താങ്ങാവുന്നുണ്ട്. കാരണം മുൻപ് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ മല്ലികാർജുൻ ഖാർഗെയെ നേരിട്ടുകൊണ്ട് ശശി തരൂർ വന്നപ്പോൾ തീർച്ചയായും അദ്ദേഹം തോൽക്കുമെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഈ ഒരു AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശശി തരൂർ മത്സരിച്ചത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് പരാജയം നേരിടേണ്ടി വന്നാൽ പോലും അവിടെ അദ്ദേഹം വിജയിച്ചതായിട്ടാണ് ഏവരും വിലയിരുത്തിയത്. കാരണം അദ്ദേഹത്തിന്റെ നിലപാട് എപ്പോഴും വ്യക്തമായിരുന്നു. കാരണം ഹൈക്കമാൻഡിനെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ധൈര്യപ്പെട്ട ഏക വ്യക്തിയാണ് ശശി തരൂർ. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മവിശ്വാസം ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. എന്നിരുന്നാൽ പോലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശശി തരൂരിനെതിരെ പല അഭിപ്രായ വ്യത്യാസങ്ങളും പല അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ശശി തരൂർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ കരുത്തനായ സ്ഥാനാർത്ഥിയായി ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണ്. തീർച്ചയായിട്ടും വിജയം കൈവരിക്കാമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനും UDFനും ശശി തരൂരിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ തോൽപ്പിച്ച് ഒതുക്കാം എന്നുള്ള പല നീക്കങ്ങളും ഒക്കെ വിഫലമാകും എന്ന് തന്നെ പറയാനാകും.